പേര് അബ്ദുറഹ്മാനാണ്. സ്ഥാപനം വരുന്നത് നമുക്ക് 2 സ്ഥാപനമായിരുന്നു. ഒന്ന് കുരുവമ്പലം വില്ലേജിൻ്റെ മുമ്പിൽ സ്റ്റീലിൻ്റെ കട്ടിലും ജനലും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളത് കുറുപ്പത്താൽ ബസ് സ്റ്റാൻഡ് പോണ വഴിക്ക് ചന്തപ്പടിക്ക് സിമെൻറ്റിൻ്റെ ഡോറിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വന്നിട്ട് 14 വർഷത്തോളമായി. തുടക്കം സിമെൻറ്റിൻ്റെ വർക്കായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 20ഓളം ഐറ്റങ്ങൾ ചെയ്യുന്നുണ്ട്, പല മോഡലിലായിട്ട്. ഇതിൽ മെയിനായിട്ട് കട്ടിലും ജനലുമാണ്. നമ്മളത് 65 സെൻറ്റിമീറ്റർ മുതൽ 180 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റിൽ ചെയ്യുന്നുണ്ട് വിൻഡോ. പിന്നെ കട്ടിൽ വന്ന് 190, 2 മീറ്റർ, 210 അങ്ങനെ 3 സൈസിലായിരിക്കും. അതിൽ വീതി കുറഞ്ഞതും കൂടിയതും അങ്ങനെ 3-4 സൈസിലുണ്ടായിരിക്കും. ഇന്ന് വാർക്കാണെങ്കിൽ നാളെ രാവിലെ അത് ഫ്രെയിമിൽ നിന്ന് നമ്മൾ പുഴമണലാണ് ഇത് മുഴുവൻ വാർക്കുന്നത്. അപ്പോൾ ഇന്ന് വാർത്ത് കഴിഞ്ഞാൽ നമ്മളത് നാളെ എടുത്തിട്ട് വെള്ളത്തിലിടും. അപ്പോൾ ഒരു 5 ദിവസത്തോളം വെള്ളത്തിൽ കിടക്കും. 5 ദിവസത്തിന് ശേഷം നമ്മളെടുത്ത് ഒരു ദിവസം ഉണങ്ങാൻ വെച്ചതിന് ശേഷം പിറ്റേന്ന് എടുത്ത് പ്രൈമർ അടിച്ച് നമ്മൾ കമ്പിയും കാര്യങ്ങളും സെറ്റ് ചെയ്യും. പുഴമണലിൽ ചെയ്യുമ്പോൾ ഒന്നുപാടെ ഉറപ്പ് കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ വക്ക് പൊട്ടിപ്പോവുക അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഡിസൈൻ മാറ്റുന്ന അങ്ങനെ തന്നെയാണ്, കസ്റ്റമറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഡിസൈൻ മാറ്റുകയാണ്. ഇപ്പോൾ കുറച്ച് ഓരോ സീസണിനനുസരിച്ചാണ് നമ്മൾ ഡൈ സെറ്റ് ചെയ്യാറ്. നമ്മൾ സിമെൻറ്റ് കൊണ്ടുപോയി വെക്കുന്ന കസ്റ്റമർ തന്നെ ഈ മരത്തിൻ്റെ കട്ടിലാൾ പോയത് ഇത് മാറ്റാൻ. അപ്പോൾ ഈ സിമെൻറ്റിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ കഴിയില്ല, അളവ് ഓരോന്ന് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ കസ്റ്റമറിൻ്റെ അളവിന് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഇതിലാണ് നമ്മൾ സ്റ്റീൽ ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മൾ ടാറ്റയുടെ ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. ടാറ്റ 2 വരുന്നുണ്ട്. നമുക്ക് ക്ലൈൻറ്റുകളാണ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ എൻജിനീയേഴ്സ് നമ്മൾ 14 വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. കുറേ എൻജിനീയേഴ്സ് നമ്മളെ വിളിക്കാറുണ്ട്, അവരുടെ വർക്കുണ്ട്. സ്റ്റീലില് ഹൈറ്റ് കൂടിയെന്ന് പറഞ്ഞാൽ 4 മീറ്റർ വരെ ഹൈറ്റിലൊക്കെ വിൻഡോ ചെയ്തിട്ടുണ്ട്. നമ്മൾ താഴത്തുനിന്ന് മേലെ വരെ ഹൈറ്റ് വരുന്ന വിൻഡോ വരെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മൊത്തം സ്റ്റാഫ് 2 കൂടി ആയിട്ട് ഒരു 10ഓളം സ്റ്റാഫ് വരുന്നുണ്ട്. നമുക്ക് ഈ വർക്കുകൾ തന്നെ മുന്നോട്ട് പോകാൻ നല്ല രീതിക്ക് കസ്റ്റമറിൽ എത്തിക്കുക. പിന്നെ സ്ഥാപനം ലേസർ കട്ടിങ്ങും മറ്റേ മെഷീനറി ഒന്നുമ്പാടെ നമ്മള് കോംപ്രമൈസ് ചെയ്യാതെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കോമ്പറ്റീഷന്റെ റേറ്റ് കാര്യങ്ങൾ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ് കോമ്പറ്റീഷൻ വരുന്നത്. നമ്മൾ റേറ്റ് കുറച്ച് കൊടുത്തിട്ട് കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മളെ പ്രൊഡക്റ്റിന് നമ്മളെപ്പോഴും ഒരു മാർക്കറ്റ് ഉണ്ടാക്കി വെക്കണം. ടീമിൻ്റെ വരുന്നത് കുരുവമ്പലം വില്ലേജ് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ സിമെൻറ്റിൽ ചെയ്യുന്നത് കൊളത്തൂർ കുറുപ്പത്താൽ റോട്ടിൽ നിന്ന് കുറുപ്പത്താൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിൽ ചന്തപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്.